1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം ഞാൻ വായിക്കുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായ്ക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഒന്നുകൂടെ വായിക്കാം. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായ്ക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. സിൻസ് ഗോഡ് ഇൻ ഹിസ് വിസ്ഡം, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവം ഒരു കാര്യം കണ്ടു. ദൈവം കാണുകയാണ്, God saw to it that the world could never know him through human wisdom. മാനുഷിക ജ്ഞാനം കൊണ്ട് മനുഷ്യൻ ഒരിക്കലും ദൈവത്തെ അറിയാൻ കഴിയില്ല എന്ന് ദൈവം തൻ്റെ ജ്ഞാനത്തിൽ കണ്ടു. മനസ്സിലാക്കിയ ദൈവം, he has used our foolish preaching, ഞങ്ങളുടെ പൊട്ടത്തരമായ പ്രസംഗത്തെ അവൻ ഉപയോഗിച്ചു. എന്തിന്? ടു സേവ് ദോസ് ഹൂ ബിലീവ്, വിശ്വസിക്കുന്നവരെ രക്ഷിപ്പാൻ ദൈവം നമ്മുടെ പ്രസംഗത്തെ ഉപയോഗിക്കുവാനായി തീരുമാനിക്കും. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അനാദിയായ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പ്രസംഗത്തിൻ്റെ കഴിവല്ല, പ്രസംഗത്തിൻ്റെ മിടുക്കത്തല്ല, പ്രസംഗിക്കുന്ന വചനത്തിൻ്റെ ശക്തിയാൽ, അതിലുള്ള വിശ്വാസത്താൽ വിശ്വസിക്കുന്നവരെ രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയിട്ടു. അത് മാനുഷിക ജ്ഞാനമല്ല, മാനുഷിക ജ്ഞാനത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ ജ്ഞാനത്തിൽ പദ്ധതിയിട്ടു. വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ എന്താ പ്രസംഗം? ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന വിശ്വാസം, ആ വിശ്വാസത്തിലൂടെ വിശ്വസിക്കുന്നവരെ രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം പദ്ധതിയിട്ടു. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ടു പ്രീച്ച് ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്, അതായത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് ഇറ്റ് സീംസ് ഷിയർ നോൺസെൻസ്, അതായത് നശിച്ചു പോകുന്ന വഴിയിൽ, നാശത്തിൻ്റെ പാതയിൽ പോകുന്നവർക്ക് അത് നോൺസെൻസ് ആയിട്ട് തോന്നും, മണ്ടത്തരമായി തോന്നും, ഭോഷത്വമായി തോന്നും. ബട്ട് ടു us, നമുക്കോ വിശ്വസിക്കുന്നവർക്കോ ഇറ്റ് ഈസ് ദ മൈറ്റി പവർ ഓഫ് ഗോഡ്, അത് ദൈവത്തിൻ്റെ വളരെയധികമായ ശക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ! വിശ്വസിക്കാത്തവർക്ക്, ഈ മാനുഷിക ബുദ്ധി കൊണ്ട് ദൈവത്തെ അളക്കാൻ നോക്കുന്നവർക്ക് അത് വെറും ഒരു മണ്ടത്തരമായി തോന്നാം. പക്ഷെ വിശ്വസിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. തുടർന്ന് വായിക്കുമ്പോൾ ആ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കും, ഇങ്ങനെയാണ്: യഹൂദന്മാർ അടയാളങ്ങളെ അന്വേഷിച്ചു, Jews sought signs. യഹൂദന്മാർ അടയാളങ്ങളെ അന്വേഷിച്ചു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് എപ്പോഴും അടയാളം വേണം. അവർക്ക് എന്ത് വിശ്വസിക്കണമെങ്കിലും അത്ഭുതം കാണണം. അവർ യേശുവിനോട് ചോദിച്ചു, നീ മെസ്സിഹയാണോ? എങ്ങനെ അറിയാൻ പറ്റും? ഒന്ന് തെളിയിച്ചു തരാമോ? അവരെല്ലാം അത്ഭുതങ്ങളുടെ പുറകെയായിരുന്നു. എന്നാലോ മറുവശത്ത് ഗ്രീക്കുകാരാണെങ്കിലോ യവനന്മാരാണെങ്കിലോ ജാതികളാണെങ്കിലോ അവർ ഫിലോസഫികളുടെ പുറകെയായിരുന്നു. അവർക്ക് തത്വജ്ഞാനം മതി, അവർക്ക് മനുഷ്യൻ്റെ അറിവായാണ് അവരുടെ എല്ലാം ഡിപ്പെൻഡൻസ്. ഇവർക്ക് എല്ലാവർക്കും ഇവരാഗ്രഹിച്ചതല്ല സ്വർഗം കൊടുത്തത്. സ്വർഗം കൊടുത്തത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് യേശു ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായി, അവർക്കൊരു തടങ്കൽ പാറയായി മാറി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന യേശു എന്ന് പറയുന്നത് അവരെയൊക്കെ റോമൻ ഗവൺമെൻറ് ഭരണത്തിൽ നിന്നും അടിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറായിരുന്നു. പക്ഷേ ഇവർ പ്രതീക്ഷിച്ച ഒരു മെസ്സേജ് അല്ല അവർക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ യേശുവിനെ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. മറിച്ച് മറുവശത്ത് ഗ്രീക്കുകാർക്കായിക്കോട്ടെ, അവരാണെങ്കിൽ അവർ പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഭയങ്കരമായ തത്വജ്ഞാനമൊക്കെ വിളമ്പുന്ന ഒരു മനുഷ്യൻ. അവർ നോക്കിയപ്പോൾ ഒരു സാധാരണ കുറ്റവാളിയെപ്പോലെ ക്രൂശിക്കപ്പെടുന്ന ഒരു യേശു, ആ രക്ഷകളിൽ നിന്ന് എങ്ങനെയാണ് രക്ഷ വരുന്നതെന്ന് അവർ മാനുഷിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് അത് അവർക്ക് ഇടർച്ചക്കല്ലായി മാറി. ഇടർച്ച മീൻസ്
അവരുടെ ഹൃദയത്തിന് അതൊരു കാഠിന്യം ഉണ്ടായി. അയ്യോ, ഇതൊന്നും നടക്കത്തില്ല, ഇത് വെറും പൊട്ടത്തരമല്ലേ. നമ്മളും അങ്ങനെയല്ലേ ചിലപ്പോൾ സാധാരണ ബുദ്ധിയിൽ ചിന്തിച്ചാൽ, ക്രൂശിക്കപ്പെട്ട യേശു, ആ പ്രസംഗം എങ്ങനെയാണ് ഒരു വ്യക്തിയെ രക്ഷിക്കുന്നേ? മാനുഷിക ബുദ്ധിയിൽ അത് ഒതുക്കി വയ്ക്കാൻ പറ്റത്തില്ല. മാനുഷിക ബുദ്ധി ചിന്തിച്ചാൽ അതിന് അന്തമില്ല. അങ്ങനെ യഹൂദന്മാർക്കും യവനന്മാർക്കും അത് തടസ്സമായി, വിശ്വസിക്കുന്നതിന് തടസ്സമായി മാറി. റോമാലേഖനം 9-ാം അധ്യായം ഒന്നെടുത്തേ. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം പറയുന്നു, വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ച കല്ലിന്മേൽ തട്ടി ഇടറി. യഹൂദന്മാർ വിശ്വസിക്കാൻ കഴിയാതെ അവരുടെ തൻ്റെ സ്വയനീതിയിൽ ആശ്രയിച്ചുകൊണ്ട്, പ്രവൃത്തിയിൽ ആശ്രയിച്ചുകൊണ്ട് രക്ഷ അന്വേഷിച്ചത് കൊണ്ട് തന്നെ യേശു എന്ന ഇടർച്ചക്കല്ലിൽ തട്ടി അവർ ഇടറുകയാണ്. യേശുവിനെ ഒത്തിരി സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും, മൂലക്കല്ല് എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പറയുകയാണ്, ഞാൻ നേരത്തെ വായിച്ച വാക്യത്തിൽ, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവം മനസ്സിലാക്കുകയാണ്, മാനുഷിക ബുദ്ധി കൊണ്ട് ഒരിക്കലും മനുഷ്യൻ തന്നെ അറിയുകയില്ല, തന്നെ യഥാർത്ഥമായി അറിയുകയില്ല. പക്ഷേ വചനം പറയുകയാണ്, പ്രസംഗത്തിൻ്റെ ഭോഷത്വം കൊണ്ട്. അതുകൊണ്ടാണ് പൗലോസ് റോമർക്ക് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് വെറും ഒരു പ്രസംഗമല്ല, അത് എനിക്ക് ലജ്ജയില്ലാത്തതിന് കാരണം വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവ ശക്തിയാണ്. നാം ഓരോരുത്തരും എവിടെയോ എപ്പോഴോ ആ സുവിശേഷം കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ശരിയല്ലേ? ഏതെങ്കിലും ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിലോ എവിടെയോ വെച്ചൊരു പ്രസംഗം കേൾക്കുവാൻ ഇടയായിത്തീർന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഭവനത്തിൽ നിന്നായിരിക്കാം. നമ്മുടെ അകത്ത് നമ്മൾ ആദ്യമായി യേശുവിനെ കേട്ടറിഞ്ഞ ദിവസം നമ്മുടെ അകത്ത് നാം പോലും അറിയാതെ ഒരു രൂപാന്തരം സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ആ ദിവസം. ഞാൻ യേശുവിനെ ആദ്യമായി അടുത്തറിഞ്ഞ ദിവസം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ അകത്ത് വല്ലാത്തൊരു സന്തോഷം. ഈ ലോകത്തിൽ ഈ പറയുന്ന ഡ്രഗ്സിനോ ഈ ലോകത്തിൽ ഒന്നിനും തരാൻ പറ്റാത്ത, അത് അനുഭവിച്ചറിഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും അറിയാം, ഒരു വല്ലാത്ത സന്തോഷം ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. നേരത്തെ ഒരു സഹോദരി ഇവിടെ സാക്ഷ്യം പറഞ്ഞു. ഒരു സഹോദരി പറഞ്ഞതുപോലെ മദ്യത്തിൻ്റെ ആസക്തി. ഇന്ന് ലോകത്തുള്ള ഒത്തിരി പേര് ഇതിൻ്റെ അടിമത്തിലേക്ക് പോകാനുള്ള പ്രധാന റീസൺ അവർ യേശുവിലുള്ള യഥാർത്ഥ സന്തോഷത്തെ അനുഭവിക്കാത്തത് കൊണ്ടാണ്. കാരണം ബൈബിൾ വ്യക്തമായി പറയുന്നു, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് മദ്യം കുടിച്ച് ലക്കുകെട്ട ഒരു മനുഷ്യനെ പോലെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് വീഞ്ഞ് കുടിച്ച് മത്തനായ ഒരു വ്യക്തിയെ പോലെയാണ്. ബൈബിൾ പറയുകയാണ് എഫേസ്യ ലേഖനത്തിൽ, നിങ്ങൾ വീഞ്ഞ് കുടിച്ച്, ഈ ലോകപ്രകാരമുള്ള വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, പകരം പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകുവിൻ. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകുമ്പോൾ ഉള്ള ഒരു ജീവിതമുണ്ട്. അതിൻ്റെ ഒരു കൗണ്ടർ ഫീറ്റാണ്, ഒരു കള്ളനോട്ടം എന്നൊക്കെ പറയുന്ന പോലെ ഒരു കൗണ്ടർ ഫീറ്റാണ് ലോകം കൊടുക്കുന്ന വീഞ്ഞ്, ലോകം കൊടുക്കുന്ന മദ്യം, ഡ്രഗ്സ് ഒക്കെ. ഇതൊക്കെ 2-3 മിനിറ്റ് നിൽക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം നിൽക്കും. പക്ഷേ മാത്രമല്ല നമ്മുടെ മനസ്സിനെയൊക്കെ അത് ഇല്ലാതാക്കും. പക്ഷേ ഇതേ സമയം മറ്റൊരു വീഞ്ഞ് സ്വർഗം പകരുന്നുണ്ട്. ആ വീഞ്ഞിനെ സഭ കൊടുക്കുവാൻ തുടങ്ങിയാൽ ഈ വീഞ്ഞ് കുടിക്കാനായി ജനം ക്യൂ നിൽക്കാൻ തുടങ്ങും. കാരണം ഈ വീഞ്ഞ് കുടിച്ചവർക്കും ധൈര്യം ഉണ്ടാവും. മറ്റ് മദ്യം കുടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ധൈര്യമല്ലല്ലോ, അത് ആക്രമിക്കാനുള്ള ധൈര്യമാണെങ്കിൽ ഇത് യേശുവിനെ ബോൾഡായി എന്ന് പറയാനുള്ള ധൈര്യമാണ്. അതുവരെ 3 പേരെടുത്ത് യേശുവിനെ അറിയത്തില്ല തള്ളിപ്പറഞ്ഞ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ പറയുകയാണ്, ഈ യേശുവിനെ എനിക്കറിയാം, ഈ യേശുവിനെ എനിക്കറിയാം, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ഞാൻ പ്രസംഗിക്കുകയാണ്. അവനെ ദൈവം മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേറ്റു, അവനെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഞാൻ ആദ്യമായി യേശുവിനെ കേട്ട ദിവസം എൻ്റെ അകത്തേക്ക് സംതിങ് ഹാപ്പൻഡ്. അവിടെ ഒരു പുതുക്കം പ്രാപിച്ചു. ആദാമിന് നഷ്ടമായത് ദൈവിക ജീവനെ അത് എൻ്റെ ആത്മാവിൽ വന്നു. ദൈവത്തിൻ്റെ ജീവൻ. വചനം പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിക്കുകയാണ്. അകത്തുനിന്ന് ഒരാൾ പറയാൻ തുടങ്ങി, യു ആർ ദ ബിലവഡ് സൺ ഓഫ് ഗാഡ്, നീ ദൈവത്തിൻ്റെ പ്രിയ മകനാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. അകത്ത് ഒരുവൻ ജനിക്കുകയാണ്, വീണ്ടും ജന്മം പ്രാപിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്. കവലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ, റോഡ് സൈഡിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒത്തിരി പേര് കേൾക്കും, പക്ഷെ ചിലരത് സ്വീകരിക്കും. അവരുടെ അകത്തൊരു സംഭവം നടക്കും, അവർ പോലും അറിയത്തില്ല. അത് ആരുടെ പദ്ധതിയാ? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയാ. പ്രസംഗത്തിൻ്റെ പോഷത്വം കൊണ്ട് വ്യക്തികളെ വിടുവിപ്പാൻ, രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതി ഉണ്ടായി.
അവന് കൃപയുണ്ടായി. ഹല്ലേലൂയ. ഒത്തിരി പേർ റോഡ് സൈഡിൽ നിന്നൊക്കെ പ്രസംഗിക്കുന്നത് കാണാൻ പറ്റും, ഒത്തിരി പേർ. പക്ഷെ വഴിയെ പോകുന്നവർ പറയും, ഇവൻ എന്ത് മണ്ടത്തരാ പറയുന്നേ, എന്ത് പോഷത്തവാ. പക്ഷെ വിശ്വസിക്കുന്നവനോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അവൻ്റെ അഡിക്ഷനെ മാറ്റാൻ, അവൻ്റെ കുടുംബത്തിൻ്റെ പ്രയാസം മാറ്റാൻ, പ്രശ്നം മാറ്റാൻ, സകലതിനെ മാറ്റാൻ അതിന് ശക്തിയുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രസംഗിച്ചപ്പോൾ നിങ്ങളോട് സംസാരിച്ചിങ്ങനെയാണ്. ഒത്തിരി പേർ നിങ്ങളോട് ചോദിക്കും, ബ്രദറെ എൻ്റെ പ്രശ്നം മാറാൻ ഞാൻ എന്ത് ചെയ്യണം, പ്രതികൂലം മാറാൻ ഞാൻ എന്ത് ചെയ്യണം, രോഗം മാറാൻ ഞാൻ എന്ത് ചെയ്യണം, കടഭാരം മാറാൻ എന്ത് ചെയ്യണം, കുടുംബത്തിലെ ശാപം മാറാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ മറുപടി ഇത്രയേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതെങ്ങനെയും ചോദിച്ചാൽ അറിയത്തില്ല. കാരണം എൻ്റെ യേശു സർവശക്തനാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. ഹീ ഈസ് എ ക്രിയേറ്റർ ഗോഡ്. സൃഷ്ടികർത്താവായ ദൈവമാണ്. അവനെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. നിനക്ക് കഴിയാമെന്ന് ഒറ്റ കാര്യമുള്ളൂ, വിശ്വസിക്കാം. അവൻ നിന്നെ വെടിവെക്കും. അവനോട് പറ്റിയിരിക്കുക, അവൻ നമ്മെ വെടിവെക്കും. അവനെ സ്നേഹിക്കുമ്പോൾ അവൻ നമ്മളെ ഉയർത്തും. ഹല്ലേലൂയ. അത് അവൻ്റെ വാക്കാണ്. ഹല്ലേലൂയ. ഇവിടെ റോമലേഖനത്തിൽ പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ലജ്ജിക്കരുത് പ്രിയരെ. ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് തകർന്ന് കിടക്കുന്ന ഒരു വ്യക്തി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലത് അത് പണമല്ല, കാറല്ല. ഏറ്റവും നല്ലത് സുവിശേഷം. സുവിശേഷം. കാരണം അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അതിനെ വഹിപ്പാനാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. കാരണം അവൻ കയറി ചെല്ലുന്ന ഭവനം അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അവൻ കയറി ചെല്ലുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടുകയാണ്. അത് വിശ്വസിക്കുന്നവർക്ക് ദൈവ ശക്തിയാണ്. റോമലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ തുറന്ന് വായിക്കുകയാണ്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു. തൊട്ട് മുമ്പ് പറഞ്ഞു, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല, അത് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാകുന്നു. താഴോട്ട് പറയുകയാണ്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു. അതിന് കാരണം താഴെ പറയുകയാണ്, ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുകയാണ്. ഇന്ന് മറഞ്ഞിരിക്കുകയല്ല, ദൈവത്തെക്കുറിച്ച് എല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടിയിരിക്കുകയാണ്. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. കണ്ടോ, ആർക്കാ? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർക്കും നിരീശ്വരവാദികൾക്കായിക്കോട്ടെ, അവർക്കൊക്കെയും സ്വർഗത്തിലെ ദൈവം തന്നെ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. ആകാശത്തിലേക്ക് നോക്കിയാൽ അവിടെ സൂര്യനെ കാണാം, രാത്രി ചന്ദ്രനെ കാണാം, നക്ഷത്രങ്ങളെ കാണാം. അവ എന്തു പറയുന്നു? എന്നെ ഇവിടെ നിർത്തിയ ഒരുവനുണ്ട്. ഹല്ലേലൂയ. ഈ ചുറ്റുമുള്ള സകല സൃഷ്ടിജാലങ്ങൾ നമ്മോട് പറയുകയാണ്, നമ്മെ അജാസ്ഥാനം നിർത്തിയിരിക്കുന്ന ഒരു ക്രിയേറ്റഡ് ഗോഡ്, സൃഷ്ടികർത്താവായ ദൈവമുണ്ട്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് സംസാരിച്ചു, അടുക്കളയിൽ ഒരു പാത്രത്തിൽ സാമ്പാർ ഇരിപ്പുണ്ടെങ്കിൽ അർത്ഥം സാമ്പാർ ഉണ്ടാക്കിയ ആൾ അവിടെ ഉണ്ടെന്നാണ്. ആരോ ഇല്ലാതെ സാമ്പാർ ആവത്തില്ല. സയൻസ് പറയുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് എല്ലാം പൊട്ടിപ്പൊളച്ചില്ല, ആകുമോ? ഇല്ല. ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറഞ്ഞു. എൻ്റെ അടുക്കളയിലെ സ്റ്റാർ റൂമിൽ പച്ചക്കറി എല്ലാം ഞാൻ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആരാധിക്കിഞ്ഞ് വന്നു. വൈകുന്നേരം ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ അടുക്കളയിൽ സാമ്പാർ ഉണ്ടായിരിക്കുന്നു. ഞാൻ അടുത്ത വീട്ടിൽ ചോദിച്ചാൽ പറഞ്ഞു, ഒരു ഭൂമി ഉലുക്കുണ്ടായിരുന്നു, അപ്പം ഉണ്ടായതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കുമോ? ഭൂമി കുലുക്കുണ്ടായ ചിലപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ താഴെ വീണ് നടക്കുമായിരിക്കും, പക്ഷെ അത് സാമ്പാറായി മാറത്തില്ല. പറ്റുമോ? വേറൊരെണ്ണം കൂടെ ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ മോന് ഒരു കളർ പെയിൻറ്റ് അടിക്കാനുള്ള പെൻസിലും സ്കെച്ച് പെന്നും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. അവൻ ഇതെല്ലാം കൊണ്ട് വച്ചിരിക്കും. കുറേ ചാർട്ട് പേപ്പറും കൊടുത്തിരുന്നു. വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ മനോഹരമായ കുറേ പിക്ചറുകൾ. ഞങ്ങളുടെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. അപ്പോഴുണ്ടാ മനസ്സിലായി, നല്ല വലിയ മഴയും ഇടിമിന്നലും ഉണ്ടായി, പെട്ടെന്ന് ഈ പിക്ചർ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? നിങ്ങൾ പറയും, ഒരു പെയിൻറ്റിങ് ഉണ്ടെങ്കിൽ ഒരു ചിത്രകാരനും ഉണ്ട്. അത് കോമൺ സെൻസ്. ദൈവം നമുക്ക് എന്ന ബുദ്ധിയിൽ നിന്ന് മനസ്സിലാക്കാവുന്ന. അതാ പറഞ്ഞേ, ദൈവത്തിൻ്റെ ദിവ്യത്വത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ, അവൻ്റെ സൃഷ്ടികളാൽ നമുക്ക് ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വന്നിരിക്കുകയാണ്. അതാരും അവഗണിക്കാൻ പറ്റത്തില്ല. ഇനി എത്ര നിരീശ്വരവാദി ആയിക്കോട്ടെ, അവൻ ഈ ഭൂമിയിൽ കാണുന്ന സകലതും അവനോട് പറയുന്നുണ്ട്, എന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ഒരു പെയിൻറ്റിങ് വിളിച്ചു പറയുകയാണ്, എന്നെ വരച്ച ചിത്രകാരൻ ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ ഭൂമിയിലെ സകലതും പറയുന്നുണ്ട്, ഒരു സുപ്രഭാതത്തിൽ പൊട്ടി മുളച്ചതല്ല, ഇതിനൊക്കെ യഥാസ്ഥാനം നിർത്തിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നിട്ടും
അവരത് വിശ്വസിക്കുന്നില്ല. അടുത്ത് പറയാണ്, അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ. എന്തിനാ? ഈ ലോകത്തുള്ള സകല സൃഷ്ടികളും ഓരോ മനുഷ്യനോടും പറയുന്നുണ്ട്, സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. നീ ഒരിക്കലും പറയല്ല, അയ്യോ എനിക്ക് ദൈവത്തെ അറിയത്തില്ലായിരുന്നു പറയാൻ പറ്റത്തില്ല. കാരണം നിന്നോട് ഓരോന്നും സംസാരിക്കുന്നത്, നിന്റെ മനസാക്ഷി ഉൾപ്പെടെ സംസാരിക്കുകയാണ്, ദൈവം ഉണ്ട്. ഹല്ലേലൂയ. എന്നിട്ടും സംഗീതങ്ങൾ വായിക്കുമ്പോൾ 14:1 53:1 പറയുകയാണ്, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. സത്യത്തിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ഡിഗ്രി ഉള്ള ആൾക്കാരാണ് പറയുന്നത് ദൈവം ഇല്ല എന്ന്. ഒത്തിരി PhD ഉള്ള ആൾക്കാർ പറയും ദൈവം ഇല്ല എന്ന്. കാരണം വചനം പറയുന്നത് അവർ മൂഢന്മാരാണ്. അവരുടെ മൂഢത്വമാണ് ദൈവത്തെ ഇല്ല എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പറയിക്കുന്നേ. കാരണം യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ഒരിക്കലും അത് പറയില്ല. കാരണം പറയാം, ബുദ്ധിക്ക് തെളിവായി സ്വർഗത്തിലെ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. അത് ഇന്ന മതമില്ല, ജാതിയില്ല, ഈ ലോകത്തിലെ സകല മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ചതാണ്. അവർ ഓരോരുത്തരുടെയും ഹൃദയത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, ഒരു അകത്തു നിന്നൊരു ശബ്ദമുണ്ട്. അതെന്നോടും നിന്നോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു ദൈവം ഉണ്ട്. അടുത്ത വാക്യം പറയാണ്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, ദൈവം ഉണ്ടെന്ന് അവർക്കറിയാം, അവരറിഞ്ഞിട്ടും അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് അവർ പറയും ഇല്ല. അനുസരിക്കുക, അല്ലെങ്കിൽ പറഞ്ഞങ്ങ് സമ്മതിക്കാൻ അവരുടെ ഈഗോ അങ്ങ് സമ്മതിക്കില്ല. താഴ്മ അവർക്കില്ല, അഹങ്കാരമാണ്. ഹ്യൂമിലിറ്റി വേണം, അല്ലേ? എൻ്റെ സൃഷ്ടിച്ച ഒരു ദൈവം ഉണ്ടെന്ന് പറയാൻ ഒരു ഹ്യൂമിലിറ്റി വേണം, അംഗീകരിക്കാനുള്ള മനസ്സില്ല. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്തു മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ, കണ്ടോ, ദൈവമുണ്ടെങ്കിൽ ദൈവത്തെ മഹത്വീകരിക്കുമല്ലോ, എന്നെ സൃഷ്ടിച്ച് നന്ദി പറയുമല്ലോ, ഇതൊന്നും ചെയ്യാതെ തങ്ങളുടെ നിരൂപണത്തിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ ചിന്തകളിൽ അവർ വ്യർത്ഥരായി തീർന്നു. അവരുടെ ചിന്തയിൽ അവർ പറഞ്ഞു ദൈവമില്ല. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. 21 വാക്യം പറയുകയാണ്, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പറഞ്ഞു തോന്നുന്നു, കഠിനപ്പെട്ട ഹൃദയം. ഇതാ അങ്ങനെയുള്ള അവസ്ഥയാണ്. ഹൃദയകാഠിന്യം, ദൈവത്തെ അറിയേണ്ടതില്ല, അറിയാൻ പറ്റാത്ത തരത്തിൽ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്ന അവസ്ഥ. അടുത്ത വാക്യമാണ് മനോഹരം, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അവർ പറയുകയാണ്, ഞങ്ങൾ ഭയങ്കര ജ്ഞാനികളാണ്, തത്വജ്ഞാനികളാണ്, എനിക്കെല്ലാം അറിയാം. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? മൂഢരായി. എങ്ങനെ മൂഢരായി? ദൈവമില്ല എന്ന് പറയുന്നതോട് അവർ മൂഢരാ. എത്ര വലിയ ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞാലും അവൻ ദൈവമില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അവൻ മൂഢനാണ്. അടുത്ത വാക്യം മനോഹരമാണ്, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ, അക്ഷയൻ, ക്ഷയമില്ലാത്ത, ഒരിക്കലും അവസാനമില്ലാത്ത ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ എന്ത് ചെയ്തു? ഇത്രയും ബുദ്ധിയുണ്ടെന്ന് പറയുന്ന ആൾക്കാർ അവരെന്ത് ചെയ്തു? ക്ഷയമുള്ള, നശിച്ചു പോകുന്ന മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അവർക്ക് ബുദ്ധിയുണ്ട്, ഭയങ്കര ബുദ്ധിയാണ്, ജ്ഞാനികളെന്നാണ് പറയുന്നത്. പക്ഷെ അവരെന്ത് ചെയ്തു? ദൈവത്തിന് രൂപം ഉണ്ടാക്കി ചെയ്യുന്നത് കൊക്കിൻ്റെയും പാമ്പിൻ്റെയും തവളയുടെയും രൂപമാക്കി മാറ്റി, മനുഷ്യൻ്റെ രൂപമാക്കി മാറ്റി, നാൽക്കാലി, പശു, ആട് രൂപത്തിലേക്ക് മാറ്റി. കാര്യം എന്നാ? അവരുടെ ബുദ്ധി ഈ ലോകത്തിൻ്റെ ബുദ്ധിയാ. അവർ പറയുന്നത് ദൈവം ഇങ്ങനെയാണെന്നാ. അവർ അക്ഷയനായ ദൈവത്തെ നശിച്ചു പോകുന്ന ജീവികളുടെ രൂപത്തിലേക്ക് മാറ്റി. ഇതാണ് മനുഷ്യൻ്റെ ബുദ്ധി. മനുഷ്യൻ പറയും, എന്നെ ഉണ്ടാക്കിയത് പശുവാണ്, എന്നെ ഉണ്ടാക്കിയത് പാമ്പാണ്, എന്നെ ഉണ്ടാക്കിയത് തവളയാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ ബുദ്ധിക്കകത്ത് പോലും അവൻ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ ഹൃദയം ഇരുണ്ടുപോയിരിക്കുകയാണ്. സാധാരണ കോമൺ സെൻസിൽ ആ മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ പറയുകയാണ്, എടാ നിൻ്റെ പപ്പ, നിൻ്റെ അമ്മ ഇന്നതാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? ഒരിക്കലുമില്ല. ഒരിക്കലും അവൻ പറയില്ല, ഒരിക്കലും സംഭവിക്കില്ല. കാരണം പശുവിൽ നിന്ന് പശുവേ ഉണ്ടാകത്തുള്ളൂ, ആടിൽ നിന്ന് ആടേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ദൈവം ആടാണ്, ദൈവം പാമ്പാണ്. ഒരിക്കലും അവർ സമ്മതിക്കത്തില്ല. അവരുടെ ഹൃദയം ഇരുണ്ടു പോയിരിക്കുകയാണ്. ആ ഇരുളിലേക്ക് വെളിച്ചമായി സുവിശേഷം ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. ദ എൻട്രൻസ് ഓഫ് യുവർ വേർഡ് ഗീവ്സ് ലൈറ്റ്. എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു വചനമാണ്. അവൻ്റെ വചനത്തിൻ്റെ എൻട്രൻസ്, അകത്തേക്ക് പ്രവേശം ലഭിക്കുമ്പോൾ അവിടെ വെളിച്ചമുണ്ടാകും. അപ്പോൾ ഇരുണ്ടിരിക്കുന്ന ഹൃദയത്തിനകത്ത് എന്തു വേണം? വെളിച്ചം വേണം. അതെങ്ങനെ ഉണ്ടാകും? വചനം പ്രവേശിക്കുമ്പോൾ വെളിച്ചമുണ്ടാകും. ഈ വെളിച്ചമാണ് മനുഷ്യൻ്റെ ജീവനായി മാറുന്നത്. അകത്ത് ജീവൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ
അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ അതിൻ്റെ 17-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസ് അഥേനയിലേക്ക് പോവുകയാണ്. ഏഥൻസ്, റോമിലെ ഏഥൻസ് എന്ന പട്ടണം, മലയാളം ബൈബിളിൽ അഥേന എന്ന് എഴുതിയിട്ടുണ്ടാവും. അഥേന പട്ടണത്തിലേക്ക് പോയി. അവിടെ പോയിട്ട് കുറച്ച് ദിവസം സ്റ്റേ ചെയ്യുകയാണ്. ശീലാസും തിമത്യോസും തിരിച്ചു വരാൻ വേണ്ടി അവർ ബരോവയിലാണ്, അവിടെ തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അഥേന പട്ടണം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ വളരെ ഫേമസ് ആയുള്ളൊരു സ്ഥലമാണ് അഥേന, ഏഥൻസ്, ആൻഷ്യൻ്റ് ഏഥൻസ് ആണ്. അപ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ ആ സിറ്റി മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് അവിടുത്തെ രീതിയാണ്. ഒത്തിരി ട്രഡീഷൻസ് ഉണ്ട് അവിടെ. ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വചനം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ചൂട് പിടിച്ചു എന്നാണ്. ഹി ഗ്രൗണ്ട് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിലൊരു വല്ല ഞെരക്കം ഉണ്ടായി ഇതൊക്കെ കണ്ടിട്ട്. അറിയുന്ന ഇവരുടെ ഹൃദയം ഇത്രയും തടിച്ചു പോയിരിക്കുകയാണല്ലോ, ഇരുണ്ടു പോയിരിക്കുകയാണല്ലോ, ഇവർ ദൈവത്തെ അറിയുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഈ മനുഷ്യൻ്റെ അകത്ത് ഭയങ്കരമായൊരു വേദന ഉണ്ടാവുക. അങ്ങനെ പൗലോസ് അവിടെ ചന്തകളിൽ വരുന്ന ആളുകളോടൊക്കെ ദിനം പ്രതി ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇത് ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചു. അവിടെ പ്രത്യേകിച്ച് ടീംസാണ് എപ്പിക്യൂരിയറും അതുപോലെ തന്നെ സ്റ്റോയിക്സും. എപ്പിക്യൂരിയർ എന്ന് പറയുന്നത് ഒരു എപ്പിക്യൂറിയസ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം BC 300 ജീവിച്ചിരുന്ന തത്വചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ തത്വചിന്തകൾ വിശ്വസിക്കുന്ന ഒരു ടീമാണ് എപ്പിക്യൂറിയൻസ്. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ തീർന്നു, പിന്നെ ജീവിതം ഇല്ലെന്നാണ്. ആഫ്റ്റർ ലൈഫ് ഇല്ല, മരണാനന്തര ജീവിതത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. സ്റ്റോയിക്സ് എന്ന് പറയുന്ന ആൾക്കാർ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ കൊണ്ട് സാൽവേഷൻ അല്ലെങ്കിൽ രക്ഷ അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുപോലെ തന്നെ അവർ മറ്റു കാര്യമുണ്ട്, അവർക്ക് ഇമോഷൻസിനൊന്നും പ്രകടിപ്പിക്കാത്തവരാണ് ഈ സ്റ്റോയിക്സ്. നിങ്ങൾ അതൊന്നും അറിഞ്ഞിരിക്കണമെന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഇവർ വന്ന് എന്ത് ചെയ്യുന്നു, പൗലോസിനോട് തർക്കിക്കാൻ വരികയാണ്. അതിന് കാരണം വേറെ ഒന്നുമല്ല, എപ്പിക്യൂറിയൻസ് വിചാരിക്കുന്നത് എന്താണ്, മരിച്ചു കഴിഞ്ഞാൽ ഇനി ജീവിതമില്ല. അവിടെ പൗലോസ് പ്രസംഗിക്കുന്നത് എന്താ, യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ പുനരുദ്ധാനത്തെയാണ് പൗലോസ് പ്രസംഗിക്കുന്നത്. അപ്പോൾ അവരുടെ ചിന്താഗതിയെ അത് കട്ട് ചെയ്യുകയാണ്. അവർ വിശ്വസിച്ചിരിക്കുന്ന മരിച്ച ജീവിതമില്ലെന്നാ. ഇവിടെ പൗലോസ് പ്രസംഗിക്കുകയാണ്, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, മരണശേഷം ഒരു ജീവിതമുണ്ട്, പൗലോസ് പ്രസംഗിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പം എപ്പിക്യൂറിയൻസിന് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ യേശു വളരെയധികം സഫർ ചെയ്തു, വേദന എല്ലാം സഹിച്ചു. മാത്രമല്ല വിശ്വാസത്താലാണ് രക്ഷ. ഇതാരെ കൊണ്ടു, സ്റ്റോയിക്സിനെ കൊണ്ടു. അതുകൊണ്ടാണ് എപ്പിക്യൂറിയൻസും സ്റ്റോയിക്കുകളുമായിട്ട് ആൾക്കാർ നേരെ വന്ന് പൗലോസിനെ പിടിച്ച്, ഇതെന്താ പുതിയ ഉപദേശം, ഇതെന്താ ഈ ഒരു പുതിയ ഐറ്റം, നമ്മളൊന്നും കേട്ടില്ലല്ലോ ഇങ്ങനെ പുതിയ സാധനം എന്ന് പറഞ്ഞ് അവർ വന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് അവർ വാക്കുകളാണ് മനോഹരമാണ് മലയാളത്തിൽ. ഈ വിടുവായൻ എന്താ പറയുന്നത് ചോദിച്ചവർ. ഈ വിടുവായൻ ഇന്ന് ലോകത്തിൽ സുവിശേഷ പ്രസംഗം കാണുമ്പോൾ ലോകത്തിൽ ആൾക്കാർ പറയുന്ന വാക്ക് ഇതൊക്കെയല്ലേ. എന്ത് വിടുവായിത്തരോ പറയുന്നത്, ഒട്ടും അതിശയിക്കേണ്ട. അന്നും ഇത് മാറ്റമില്ല, അന്നും ഇത് തന്നെയായിരുന്നു, വിഷമിക്കുകയും വേണ്ട. പൗലോസിനോട് പറഞ്ഞു, ഈ വിടുവായൻ എന്നാ പറയുന്നത് വെച്ചവരെല്ലാം വന്നിട്ട് യേശുവിനെയും പുനരുത്ഥാനത്തെയും കുറിച്ച് പ്രസംഗിക്കുന്നത് കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പുനരുദ്ധാനം അവർക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവരുടെ ചിന്താഗതിക്ക് നേരെ ഓപ്പോസിറ്റായത്, അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതായി. അതുകൊണ്ട് അവരതിനെ പിടിച്ച് ഇവരെ കൊണ്ട് നേരെ അവിടുത്തെ പ്രധാന ലീഡർഷിപ്പ് സ്ഥലമുണ്ട്. അതായത് ഈ തത്വചിന്തകന്മാരും എല്ലാം വന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്ഥലം. ആ സ്ഥലം എന്ന് പറയുന്നത് മലയാളത്തിൽ അരയോപാഗസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിൻ്റെ അർത്ഥം ഈ ലീഡർഷിപ്പ് കൗൺസിൽ എന്നർത്ഥം. ഒരു പൊക്കമുള്ളൊരു സ്ഥലമാണ്. അവിടെ മാർസ് ഹിൽ എന്നൊക്കെ അറിയപ്പെടും കേട്ടോ. ചൊവ്വാദേവനെ കുറിച്ചൊക്കെയാണ് അവർ പറയുന്ന ആ ഹില്ല്. അതിൻ്റെ പേരുള്ള ഹില്ലാണ്, ഒരു കുന്ന്. ആ അരയോപാഗ കുന്നിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് പൗലോസിനെ കേൾക്കാൻ വേണ്ടി അവർ തയ്യാറായി. അപ്പോൾ പൗലോസ് പറഞ്ഞു തുടങ്ങുന്ന മനോഹരമായിട്ടാണ് പ്രസംഗം. നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പ്രസംഗമാണ്. അതായത് നമ്മൾ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോയാൽ ആദ്യം കുറ്റം പറഞ്ഞ് തുടങ്ങല്ലേ, അവരൊന്ന് പ്രശംസിച്ച് തുടങ്ങണം. പൗലോസ് പറഞ്ഞു, ഹേയ് അഥേന പുരുഷന്മാരെ, നിങ്ങൾ ഭയങ്കര സൂപ്പറാണ്, നിങ്ങൾ ഭയങ്കര ഭക്തിയുള്ളവരാണ്, നിങ്ങൾ ഭയങ്കരമായിട്ട് ദൈവകാര്യത്തിൽ താല്പര്യമുള്ളവരാണ്. ഞാൻ കണ്ടു, നിങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് ആരാധിക്കുന്ന കണ്ടു. ഒത്തിരി പേര് ബ്ലഡൊക്കെ ഒഴുക്കി വിഗ്രഹങ്ങളുടെ മുന്നിൽ തലയൊക്കെ അടിച്ച് പൊട്ടിച്ചൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ടൊക്കെ ആരാധിക്കുന്നത് കണ്ടു. നിങ്ങളുടെ മതനിഷ്ഠകളൊക്കെ ഭയങ്കരമാണ്. പക്ഷേ ഞാൻ നടന്നു പോയപ്പോൾ ഒരിടത്തൊരു ബോർഡ് കണ്ടു, ടു ദ അൺനോൺ ഗാഡ്, അജ്ഞാത ദേവന് എന്നൊരു ബോർഡ് ഞാൻ കണ്ടു കേട്ടോ. പോലീസ് പറയുകയാണ് മനോഹരമായിട്ട്, അവരുടെ ഇടയിൽ അവരുടെ ആളായി സംസാരിക്കുകയാണ്. അജ്ഞാത ദേവൻ എന്നൊരു ബോർഡ് കണ്ടു. എന്നിട്ട് ആ അജ്ഞാത ദേവൻ എന്ന് വെച്ചാൽ എന്താ, അറിയപ്പെടാത്ത ദേവൻ, അറിയാത്ത ദേവനെ ആരാധിക്കുന്ന ഒരു സ്ഥലം. അവിടെയും ആളുകൾ ആരാധിക്കുന്നത് കണ്ടു. നിങ്ങൾ അങ്ങനെ അജ്ഞാതനെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ഒരു ദൈവമില്ലേ, ആ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ പറയാൻ പോണേന്ന് പറഞ്ഞു. ഹലോ, മനസ്സിലായ? ആ എൻട്രൻസ് നോക്കി,
പൗലോസ് പറയാം, നിങ്ങൾ ആരാധിക്കുന്നതൊക്കെ സൂപ്പറാ, പക്ഷെ നിങ്ങൾക്ക് അറിയാതെ ആരാധിക്കുന്ന ദൈവത്തെ അറിയിച്ചു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആ ദൈവത്തെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അജ്ഞാത ദൈവം നിങ്ങളുടെ മനസ്സിന് അജ്ഞാതമായിരിക്കുന്നു വെച്ച് ദൈവം അജ്ഞാതനല്ല, നിങ്ങളുടെ മനസ്സിന് അറിയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ ദൈവത്തെക്കുറിച്ചാണ്, നിങ്ങൾ അജ്ഞതയിൽ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുവാണ്. അതിൻ്റെ 24-ാം വാക്യം, ലോകവും, മനോഹരവാക്യം, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം. അതാണ് ദൈവം, അതാണല്ലോ ദൈവം, അത് മാത്രമാണല്ലോ ദൈവം, അല്ലേ? ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. വാ, ഹല്ലേലൂയ. ഒറ്റ സെന്റൻസ് ആണ്. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ. ഉറക്കെ പറ, സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യില്ല, കൈപ്പണിയായ ക്ഷേത്രങ്ങളിലും പള്ളികളിലും, അങ്ങനെ ചേർത്ത് പറയാം, പള്ളികളിലും വസിക്കുന്നില്ല. ഹല്ലേലൂയ. കൈപ്പണിയായ ക്ഷേത്രങ്ങളിലും പള്ളികളിലൊന്നും അവൻ വസിക്കുന്നില്ല. താൻ എല്ലാവർക്കും, ആര്? ദൈവം എല്ലാവർക്കും, പള്ളിയിൽ പോകുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും, സകല ജഡത്തിൻ്റെയും ദൈവം അത്രേ. അവൻ എല്ലാവർക്കും എന്ത് കൊടുക്കുന്നു? ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകയാൽ. കണ്ടോ ആ ദൈവത്തിൻ്റെ ക്വാളിറ്റി കണ്ടോ? സ്വർഗത്തെയും ഭൂമിയും ഉണ്ടാക്കി, സ്വർഗത്തിനും ഭൂമിക്ക് നാഥനാണ്, സകലത്തെയും സൃഷ്ടിച്ചവനാണ്. ആ ദൈവം എല്ലാവർക്കും ജീവനും ശ്വാസവും കൊടുക്കുന്നവനാണ്. ആ ദൈവം സകലവും നൽകുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവനല്ല, ഒന്നിനും കുറവുള്ളവനല്ല, മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നവനുമല്ല. അയ്യോ എനിക്കിന്നൊന്ന് കുളിക്കാൻ പോകണം, വന്ന് കുളിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന ദൈവമല്ല. നിങ്ങൾ കുളിപ്പിക്കേണ്ട ദൈവത്തെ നിങ്ങൾ പല്ലേപ്പിച്ചു കൊടുക്കണ്ട, കാരണം അവൻ നിന്റെ സൃഷ്ടികർത്താവാണ്. നീ ചോറ് കൊടുക്കണ്ട, നീ പാല് കൊടുക്കണ്ട, നീ മുട്ടയും കൊടുക്കണ്ട, സകലവും നിനക്ക് നൽകുന്നത് അവനാണ്. ഹല്ലേലൂയ. അവന് ചലിക്കാൻ നിന്റെ സഹായം വേണ്ട, നിനക്ക് ചലിക്കാൻ അവൻ്റെ സഹായം വേണം. നിനക്ക് ശ്വാസം, നിനക്ക് ജീവൻ, നിനക്കുള്ളതെല്ലാം തരുന്നത് അവനാണ്. നീ എന്തെങ്കിലും ദൈവത്തിന് കൊടുത്തു എന്ന് പറയാൻ നിനക്ക് യാതൊരു മിടുക്കുമില്ല, കാരണം സകലതും വരുന്നത് അവനിൽ നിന്നാകുന്നു. ഹല്ലേലൂയ. പൗലോസ് ദൈവത്തെ അറിയാത്തൊരു ജനത്തോട് പറയുകയാണ്, ഒരു ദൈവമുണ്ട്, ഏകസത്യ ദൈവമുണ്ട്, ജീവനുള്ളൊരു ദൈവമുണ്ട്. അവൻ ലോകത്തെ മുഴുവൻ പടച്ചൊരുക്കിയ തമ്പുരാനാണ്. അവനാണ് സകല മനുഷ്യർക്കും ജീവനും ശ്വാസവും നൽകുന്നത്. അവനെ കൂടാതെ ഒരുവൻ പോലും ജീവിച്ചിരിക്കത്തില്ല. ഹല്ലേലൂയ. അടുത്ത വചനം പറയുകയാണ്, അവൻ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. നമ്മൾ ആരും ദൈവത്തെ സഹായിക്കണ്ട. അടുത്ത വചനം, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ. ഭൂലോകത്തിൽ എവിടെയൊക്കെ മനുഷ്യനുണ്ടോ അവിടെയൊക്കെയും മനുഷ്യനായിരിക്കാൻ, കാരണം അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യ ജാതിയൊക്കെയും ഉളവാക്കി. ഒരേ ഒരു ജാതി, മനുഷ്യജാതി. ഹല്ലേലൂയ. അതിൽ വിഭാഗങ്ങളില്ല, CSI കാരനില്ല, പ്രൊട്ടസ്റ്റന്റ് ഇല്ല, അതിനകത്ത് പെന്തക്കോസ്റ്റ് ഇല്ല, കത്തോലിക്ക ഇല്ല, അതിനകത്ത് ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ഒന്നുമില്ല. മനുഷ്യജാതിയെ അവൻ ഉളവാക്കി. ഒരുവനിൽ നിന്ന്, ആദമെന്ന ഒരു മനുഷ്യനിൽ നിന്ന് ദൈവം തലമുറകളെ ഉണ്ടാക്കി. നമ്മളെല്ലാവരും ഒരപ്പൻ്റെ മക്കളാണ്. ഒരു ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. സൃഷ്ടികർത്താവ് ഒരുവനേ ഉള്ളൂ. ആ ദൈവത്തിൽ നിന്ന് സകലരും ഉളവായി. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് പറയുകയാണ്, തുറന്ന് വായിക്കുകയാണ്, ഒരു മിനിറ്റ്. അതിൻ്റെ 27-ാം വാക്യം, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടത് തന്നെ ദൈവം അവരെ ആക്കി വെച്ചിരിക്കുകയാണ്. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല. ദൈവം ആരിൽ നിന്നും നമ്മിൽ എന്നാ പറയുന്നത്. ദൈവം, പൗലോസ് ദൈവത്തെ അറിയാത്ത ജനത്തോട് പറയുകയാണ്, നമ്മിൽ ആർക്കും അവൻ അകന്നിരിക്കുന്നവൻ അല്ലതാനും അവനിലല്ലോ നാം, ആര്? നാം
നാം ദൈവത്തെ അറിഞ്ഞവനും അറിയാത്തവനും അവനിലാണ് ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. എനിക്ക് ദൈവത്തെ വേണ്ട എന്ന് ആരെങ്കിലും പറയുന്നതിന് അർത്ഥം മനസ്സിലാക്കിക്കൊള്ളണം, അവൻ ദൈവത്തിലല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് പുറത്തൊരു ജീവിതം ഒരാൾക്കും സാധ്യമല്ല. സകല മനുഷ്യൻ്റെയും ജീവൻ്റെ ഉടമസ്ഥനും അതിൻ്റെ ഉറവിടവും ദൈവമത്രേ. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ഫിഷ് ടാങ്ക് കിടക്കുന്ന ഒരു മീൻ പറയുകയാണ്, എനിക്ക് ഈ ഫിഷ് ടാങ്കിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ പറയും? ആ ഫിഷ് ടാങ്ക് ആണടാ നിന്നെ നിലനിർത്തിയിരിക്കുന്നേ. സ്വർഗത്തിലെ ദൈവമെന്ന വലിയ ഫിഷ് ടാങ്കിനകത്താണ് ഈ കാണുന്ന മുഴുവൻ മനുഷ്യരും ആയിരിക്കുന്നത്. സകലത്തിനും ആധാരമായിരിക്കുന്നത് അവനാണ്. സകലവും അവൻ മുഖാന്തരം, അവനാലും അവനായിക്കൊണ്ടും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. ദൈവത്തെ കൂടാതെ ഒന്നും ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടാൻ സാധ്യമല്ല. കാരണം അവൻ സൃഷ്ടികർത്താവാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം പറയുകയാണ്. അടുത്ത് മനോഹരമായിട്ട് പൗലോസ് അവരുടെ തന്നെ ഒരു 2 കവികളുടെ പേര് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നില്ല, പക്ഷേ കോട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ മനസ്സിലാക്കി ഇങ്ങനെയാണ്: എപ്പിമെനിഡസ് എന്നും അരാറ്റസ് എന്നും പറയുന്ന 2 കവികളുണ്ടായിരുന്നു. ഗ്രീക്കുകാർ അംഗീകരിക്കുന്ന ഒരു കവികളാണ്, 2 കവികളാണ്. അവർ കവികൾ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ടായിരുന്നു: നാം അവൻ്റെ സന്താനമല്ലോ. അന്ന് ഗ്രീക്ക് ദേവന്മാരുടെ പേരിലാണെങ്കിൽ പോലും അവർ എഴുതിയിരുന്നത് ദൈവത്തിൻ്റെ സന്താനങ്ങളാണ് നാം എന്നാണ്. അതുകൊണ്ട് അത് കോട്ട് ചെയ്തുകൊണ്ട് പൗലോസ് പറയുകയാണ്, നാം ദൈവത്തിൻ്റെ സന്താനമാണെന്ന് നിങ്ങളുടെ കവിവരന്മാർ തന്നെ പാടിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ കവികൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ അവിടെ പൗലോസോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് നിങ്ങളുടെ കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊന്ന്, വെള്ളി, കല്ല് എന്നിവയോട് സദൃശമെന്ന് നിരൂപിക്കേണ്ടതുണ്ടോ? ചോദിക്കുകയാണ് പൗലോസ്. മനോഹരമായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങളുടെ കവികൾ തന്നെ പറഞ്ഞല്ലോ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എങ്കിൽ നമ്മുടെ അപ്പൻ, നമ്മുടെ പിതാവായ ദൈവം, നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ ചിന്തയിലും നമ്മുടെ കഴിവ് കൊണ്ടൊക്കെ നമ്മൾ വെള്ളി കൊണ്ടും കല്ലുകൊണ്ടും തടി കൊണ്ടൊക്കെ കൊത്തി ഉണ്ടാക്കുന്നത് പോലെ ഇരിക്കുമെന്ന് നിരൂപിക്കാൻ പറ്റുമോ? പൗലോസ് അവരുടെ ചിന്തകളെ ഉണർത്തുകയാണ്, ചോദിക്കുകയാണ്, അവരെ ചിന്തിപ്പിക്കുകയാണ്. നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങളുടെ ചിന്ത കൊണ്ട്, നിങ്ങളുടെ നിരൂപണം കൊണ്ട്, അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ ശില്പവിദ്യയും സങ്കല്പവും, നിങ്ങളുടെ ഇമാജിനേഷനും നിങ്ങളുടെ കഴിവും, അത് വെച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന പൊന്ന്, വെള്ളി അല്ലെങ്കിൽ തടി, കല്ല്, ഇത് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഏതെങ്കിലും പോലെ ദൈവം ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പൗലോസ് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവം അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരോടും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച യേശു എന്ന പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവരൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. അവരോട് പറയുകയാണ്, നിങ്ങൾ അറിയാതെ ഇത്രയും കാലം അജ്ഞാതദേവൻ ആരാധിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇന്ന് ദൈവം നിങ്ങളോട് ഒരു മാനസാന്തരത്തിലേക്ക് വരുവാൻ ആജ്ഞാപിക്കുകയാണ്, തിരിച്ചു വരുവാൻ കൽപ്പിക്കുകയാണ്. നിങ്ങൾ ആ കല്ലും മണ്ണും ആരാധിക്കുന്ന ഉപേക്ഷിച്ച് ജീവനുള്ള ദൈവത്തിലേക്ക് തിരികെ വരണമെന്ന് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. കാരണം അതിന് ഉറപ്പ് കയറുന്ന കാരണം ഞങ്ങൾ അനുഭവിച്ച ഈ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശമാണ്. ഈ യേശു കർത്താവ് മരിച്ചവനും ഉയർത്തെഴുന്നേറ്റതാൽ ഞങ്ങൾക്ക് ഈ വചനത്തിൽ വലിയ പ്രാഗൽഭ്യമുണ്ട്. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം മരിച്ചവരുടെ പുനരുദ്ധാനമുണ്ട്, മരിച്ചവർക്കൊരു ന്യായവിധി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഉറപ്പിക്കാം. അടുത്ത് പറയാണ്, മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് കേട്ടപ്പോൾ ചിലർ പരിഹസിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എപ്പിക്യൂറിയൻസ് കേട്ട് കഴിഞ്ഞാൽ പരിഹസിക്കും, അവർക്കത് ഇഷ്ടമല്ല, അവർ പരിഹസിച്ചു. മറ്റു ചിലർ, ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെ നിൻ്റെ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു. ചിലർക്കൊക്കെ ചെറുതായിട്ടൊന്ന് കൊളുത്തി. ചിലർ പാറപ്പുറത്ത് വീണ വിത്ത, അത് വീണ ഉടനെ പോയി. ചിലരാണെങ്കിലോ കുറച്ചൊക്കെ ഒന്ന് സ്വീകരിച്ചു, 30, 60, 100 ആണല്ലോ കണക്ക്. ചിലരാണെങ്കിലോ വിശ്വസിച്ചു. താഴോട്ട് വായിക്കുമ്പോൾ ചില സഹോദരന്മാർ വിശ്വസിച്ചു. അതിൽ അന്നത്തെ അരിയോപാഗസിൻ്റെ ലീഡറായ ഒരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു എഴുതിയിട്ടുണ്ട്, ഒരു സഹോദരിയും ഉണ്ടായിരുന്നു എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എവിടെയൊക്കെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുണ്ടോ ഒന്നും വേസ്റ്റ് അല്ല, ഒന്നെങ്കിൽ ഒരു വ്യക്തിയെങ്കിലും യേശുവിനെ അറിഞ്ഞിരിക്കും. അത് സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ്. പൗലോസ് പ്രസംഗിച്ച അഥേനയിലും സംഭവിച്ചു. കുറച്ച് പേര് പരിഹസിച്ചു, കുറച്ച് പേര് തള്ളിക്കളഞ്ഞു പോയി, കുറച്ച് പേർ വിശ്വസിച്ചു.
തള്ളിക്കളഞ്ഞു പോയവർക്ക് അത് പോഷത്വമാണ്, വിടുവായ്ത്തരമാണ്. പക്ഷെ വിശ്വസിച്ചവനോ അത് ദൈവ ശക്തിയാണ്. ഹല്ലേലൂയ. ഞാനൊന്ന് ഓടിച്ച് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് പറഞ്ഞ പ്രസംഗത്തിൽ പൗലോസ് തുടങ്ങിയത് എങ്ങനെയാണ്? അവരെ ഇൻവൈറ്റ് ചെയ്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ വളരെ ചിട്ടയുള്ളവരാണ്, വളരെ ദൈവത്തെക്കുറിച്ച് ആഗ്രഹമുള്ളവരാണ്. പക്ഷേ നിങ്ങൾ ഇന്ന് ആരാധിക്കുന്നത് ദൈവത്തെ അറിയാത്തതായി ആരാധിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു ദൈവമുണ്ട്, അവൻ സൃഷ്ടികർത്താവായ ദൈവമാണ്. ആ ദൈവം നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ ചിന്തയിലുള്ളത് പോലുള്ളതല്ല. അവൻ സകല മനുഷ്യനും ജീവനും ശ്വാസവും കൊടുക്കുന്നവനാണ്, സകലതയും പടച്ചൊരുക്കിയവനാണ്. അവനൊരു പേഴ്സണൽ ഗോഡാണ്. നമ്മൾ ആരിൽ നിന്നും മറഞ്ഞിരിക്കുന്നവനല്ല, അകന്നിരിക്കുന്നവനല്ല. നാം അവനിലാണ് ജീവിക്കുന്നത്, നാം അവനിലാണ് ചരിക്കുന്നത്, നാം അവനിലാണ് ആയിരിക്കുന്നത്. അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ കവിവരന്മാർ തന്നെ പറയുന്നില്ലേ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന്? നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾ നോക്ക്, നിങ്ങൾ ആരെങ്കിലും കുരങ്ങനെ പോലെ ഇരിക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും പൂച്ചയെ പോലെ ഇരിക്കുന്നുണ്ടോ? അങ്ങനെയാണ് നിങ്ങളുടെ അപ്പനും അങ്ങനെ ആയിരിക്കുമെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കാൻ പറ്റത്തില്ലല്ലോ. ചോദിക്കുവാണ്, അവരോട് ചോദിക്കുവാണ്, നിങ്ങൾ എന്തിനാ പിന്നെ ഇഴജാതിയും നാൽക്കാലുടെയൊക്കെ രൂപത്തിൽ നിങ്ങൾ ദൈവത്തെ കൊത്തി ഉണ്ടാക്കി ദൈവമാണെന്ന് വിചാരിക്കുന്നത്? അവരോട് ചോദിച്ചിട്ട് പറയുവാണ്, ഇന്ന് ദൈവം നിങ്ങളെ അറിയായ്മയുള്ള കാലങ്ങളെ ദൈവം ക്ഷമിക്കുകയാണ്. തിരിച്ച് മാനസാന്തരപ്പെടുക, നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുക, എന്നിട്ട് ജീവിക്കുന്ന ദൈവത്തിലേക്ക് തിരിഞ്ഞു വാ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മെസ്സേജിലെ ഒരു വചനം, അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 34-35 വാക്യത്തിൽ പത്രോസ് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പോയപ്പോൾ ജാതികളായവരോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദൈവത്തിന് മുഖപക്ഷം ഇല്ല. ഏത് ജാതിയിലും ലോകത്തിൻ്റെ ഏത് കോണിലും അവനെ അന്വേഷിക്കുന്നവരെ, അവനെ ഭയപ്പെട്ട് അവനിലേക്ക് തിരിയുന്നവരെ അവൻ സ്വീകരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അതുവരെ യഹൂദന്മാരുടെ അടുക്കൽ മാത്രം നിന്ന പത്രോസ് ജാതികളിലേക്ക് സുവിശേഷമായി സ്റ്റെപ്പിൻ ചെയ്യാണ് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ. ഇതാ പൗലോസ് യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവരെ കൊല്ലാൻ നടന്ന ശൗല് ഇതാ വിളിച്ചു പറയുകയാണ്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുകയാണ്. എൻ്റെ ബുദ്ധി കൊണ്ട് ഒതുക്കാൻ പറ്റുന്നല്ല ഇത്. ഈ യേശു ഇന്നും ജീവിക്കുന്നു, ഈ യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഈ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് പാപമോചനം ഉണ്ട്, നിത്യ ജീവൻ ഉണ്ട്. ഹല്ലേലൂയ. ഈ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ സകലവും എനിക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. അവൻ്റെ ക്രൂശിലെ പ്രവൃത്തിയാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് രക്ഷയ്ക്കുള്ളതെല്ലാം സ്വർഗം ഒരുക്കിയിരിക്കുന്നു. അവനുള്ള വിശ്വാസത്താൽ ഞാൻ രക്ഷ പ്രാപിക്കുകയാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങൾ ദൈവത്തെ അറിയാതെ ആരാധിക്കുന്നവർ, അവരിലേക്ക് ഈ സന്ദേശം എത്തട്ടെ. ഒത്തിരി പേർ ഈ സന്ദേശത്തിലൂടെ കർത്താവിനെ അറിയുവാൻ ഇടയായി തീരട്ടെ. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളാണ്. അപ്പോസ്തലൻ പറഞ്ഞ പോലെ അപ്പോസ്തലന്മാർ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ തൊട്ടറിഞ്ഞ, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ജീവൻ്റെ വചനം. നമുക്കും ഇത് അനുഭവമായിരിക്കട്ടെ. മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുമ്പോൾ വെറും ഒരു പ്രസംഗമാകാതെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യമായിരിക്കട്ടെ അവരെ രൂപാന്തരപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. എന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ കേൾക്കുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്തും നിങ്ങൾ ആദ്യമായിട്ടല്ല ഇപ്പോൾ യേശുവിനെ കേൾക്കുന്നത്, ഇതിനകത്ത് ഒരു കുറ്റപ്പെടുത്തലില്ല. പകരം അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ക്ഷമിക്കുകയും നിങ്ങളെ സ്നേഹത്തോടെ തിരികെ വിളിക്കുകയും ചെയ്യുകയാണ്. സർവശക്തനായ ഒരു ദൈവമുണ്ട്. അവൻ ഭൂമിയിൽ 2000 വർഷം മുമ്പ് നമ്മെപ്പോലെ മനുഷ്യനായി യേശുവായി ഈ ഭൂമിയിലായിരുന്നു. അവനെ പരിശുദ്ധാത്മ അഭിഷേകം ചെയ്തു. അവൻ അത്ഭുതങ്ങളെ ചെയ്തു, അടയാളങ്ങളെ ചെയ്തു, മതചിന്തകളെ ചോദ്യം ചെയ്തു. അവനെ ഈ ലോകത്തിൻ്റെ സകല മതപ്രഭുക്കന്മാരും ചേർന്ന് ക്രൂശിച്ചു. ദൈവമോ അവനെ മരണപാശങ്ങളിൽ നിന്ന് വിടുവിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകലനാമത്തിനും മേലായ നാമം കൊടുത്ത് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഭൂലോകത്തിലും സ്വർലോകത്തിലും സകല മുഴങ്കാലുകളും മടങ്ങുകയാണ്. ആ യേശുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ കർത്താവിന് സ്ഥാനം കൊടുത്താട്ടെ. യേശുവേ, എൻ്റെ ജീവിതത്തിൻ്റെ നാഥനായി നീ വരണമേ, എൻ്റെ ജീവിതത്തെ നീ രൂപാന്തരപ്പെടുത്തണമേ. എനിക്ക് മാറ്റാൻ കഴിയാത്ത എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എന്നെ നീ വിടുവിക്കണമേ. അവൻ്റെ പേര് രക്ഷകനെന്നാണ്. അവൻ നിന്നെ പാപത്തിൽ നിന്ന് മാത്രമല്ല, ശാപത്തിൽ നിന്ന് മാത്രമല്ല, നിന്റെ സകല പാപബന്ധനങ്ങളിൽ നിന്നും, സകല അഡിക്ഷനുകളിൽ നിന്നും, കുടുംബ പ്രശ്നങ്ങളിൽ നിന്നും, സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും, സകലത്തിൽ നിന്നും നിന്നെ വിടുവിപ്പാൻ അവൻ ശക്തനാണ്. ഇന്ന് കർത്താവിനെ നിന്റെ രക്ഷിതാവായി സ്വീകരിപ്പാൻ റെഡിയായിക്കോ. കർത്താവ് നിന്റെ ജീവിതത്തെ മാറ്റുകയാണ്. യേശുവേ, എന്നെ കേൾക്കുന്ന ഈ പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്നു.
അവരുടെ ജീവിതങ്ങളിലേക്ക് അപ്പാ അങ്ങ് നാഥനായി കടന്നു വന്നാട്ടെ. അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയാട്ടെ. സകലവും അങ്ങയുടെ നിയന്ത്രണത്തിലായി മാറട്ടെ. എല്ലാ നാവും അങ്ങയുടെ മഹത്വത്തിനായി യേശു എൻ്റെ കർത്താവ് എന്ന് ഏറ്റുപറയട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഇൻ ജീസസ് മൈറ്റി നെയിം. ആമേൻ. ആമേൻ.